ഇതുപോലത്തെ പച്ചക്കുരുമുളക് വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു മസാലക്കൂട്ട് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന മീൻ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 അയക്കൂറി ആട്ടോ കിട്ടിയത്. അതിനെക്കൊണ്ട് തന്നെ 2 തരത്തിലുള്ള മസാലകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മസാലകളുടെ ചേരുവകളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള മീനായതിനെ കൊണ്ടാണ് ഇത്രയും ചേരുവകൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ മീനാണ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചേരുവകൾ പകുതിയാക്കിയിട്ട് അരച്ച് മസാലയാക്കാവുന്നതാണ്. മീൻ നല്ലോണം വെട്ടി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷമാണ് കേട്ടോ മസാല തേച്ച് പിടിപ്പിക്കേണ്ടത്. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ഉച്ചയ്ക്ക് വെച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേനാണ് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഈ മസാലയിൽ ഗ്രില്ല് ചെയ്യണം തന്നെ ഇല്ല, വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.